നിക്ഷേപം ഓൺലൈനിലേക്ക് സ്വാഗതം. മലയാളി നിക്ഷേപകർക്ക് ശരിയായ ദിശാബോധം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്ന ഓൺലൈൻ ചാനലാണ് നിക്ഷേപം ഓൺലൈൻ. കേരളീയ നിക്ഷേപകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഓഹരി നിക്ഷേപ സാധ്യതകളെ പറ്റിയിട്ട് ശരിയായ അറിവ് ഇല്ലാത്തതാണ്. പലപ്പോഴും വളരെ ചുരുങ്ങിയ ശതമാനം ആളുകൾ മാത്രമാണ് ഓഹരി വിപണിയിൽ എത്തുന്നത്. ഇതിൽ തന്നെ നല്ലൊരു ശതമാനം ആളുകൾക്കും നഷ്ടത്തിൻ്റെ കണക്കുകളാണ് പറയാനുള്ളത്. അതിന് കാരണം ശരിയായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം, അതായത് ഓഹരി വിപണിയുടേതായിട്ടുള്ള വിദ്യാഭ്യാസം അവർക്ക് നേടാൻ സ്കൂളിലോ കോളേജിലോ സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, അത് നൽകാനുള്ള സംവിധാനങ്ങൾ അപര്യാപ്തമാണ് താനും. അതുകൊണ്ട് തന്നെ ശരിയായിട്ടുള്ള ഒരു ഓഹരി നിക്ഷേപത്തെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം അനിവാര്യമാണ്. നമുക്ക് ഇന്ന് സമൂഹത്തിൽ ലഭ്യമായിട്ടുള്ള നിക്ഷേപ സാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓഹരി നിക്ഷേപമാണ്. എന്നാൽ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമ്മുടെ രാജ്യത്തെ പല നിക്ഷേപകർക്കും സാധിച്ചിട്ടില്ല. നമ്മുടെ രാജ്യത്തെ നിക്ഷേപങ്ങളുടെ കണക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഓഹരികളിൽ ഏറ്റവും അധികം നിക്ഷേപിച്ചിരിക്കുന്നത് വിദേശ സ്ഥാപനങ്ങളാണ്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അവരുടെ നിക്ഷേപമാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇന്ത്യയിലെ ഓഹരി സൂചികയായിട്ടുള്ള സെൻസെക്സ് 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 100 എന്ന സംഖ്യയിൽ തുടങ്ങി ഇപ്പോൾ ഏകദേശം 25,000-ന് മുകളിൽ എത്തി നിൽക്കുന്നു. എത്ര മടങ്ങ് വെൽത്ത് ക്രിയേഷനാണ് സെൻസെക്സിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. എന്നാൽ ഈ നേട്ടം നേടാൻ സാധിച്ചിട്ടുള്ള നിക്ഷേപകർ എത്ര പേരുണ്ട്? അതുകൊണ്ട് തന്നെ വെൽത്ത് ക്രിയേഷൻ എന്ന രീതിയിൽ ഓഹരി നിക്ഷേപത്തെ നോക്കിക്കാണുവാൻ നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓഹരികളിൽ ലാഭം നേടുമ്പോൾ നമുക്ക് എങ്ങനെ ഓഹരികളെ അനലൈസ് ചെയ്യണം എന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ്. ഓഹരികളുടെ അനാലിസിസിന് 2 തരത്തിലുള്ള മാർഗങ്ങളാണ് പൊതുവെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഫണ്ടമെൻ്റൽ അനാലിസിസ്, മറ്റൊന്ന് ടെക്നിക്കൽ അനാലിസിസ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ധനകാര്യ സ്ഥിതിയെ പറ്റിയിട്ടുള്ള, ഫിനാൻഷ്യൽ പെർഫോമൻസിനെ പറ്റിയിട്ടുള്ള പഠനമാണ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിൻ്റെ വില നിലവാരത്തെ കുറിച്ചുള്ള വിശകലനമാണ്. അതായത് ഫണ്ടമെൻ്റൽ അനാലിസിസ് കമ്പനിയെക്കുറിച്ചും ടെക്നിക്കൽ അനാലിസിസ് സ്റ്റോക്കിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. കമ്പനിയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ ആനുവൽ റിപ്പോർട്ട്, അതേപോലെ തന്നെ ക്വാർട്ടർലി റിസൾട്ടുകൾ എന്നിവയാണ്. ആനുവൽ റിപ്പോർട്ടും ക്വാർട്ടർലി റിസൾട്ടും നോക്കാതെ ഒരാൾ ഒരു ഓഹരി വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഓഹരി അല്ലെങ്കിൽ ആ കമ്പനി അദ്ദേഹം വിശകലനം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഓഹരിക്ക് ചാഞ്ചാട്ടത്തിൻ്റേതായിട്ടുള്ള ഒരു വില നിലവാരം ഉണ്ടാകും. 100 രൂപയിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു ഓഹരി ചിലപ്പോൾ 1 വർഷം മുമ്പ് ട്രേഡ് ചെയ്തത് 85 രൂപയിലായിരിക്കും. ഇതിനിടയിൽ അത് പലതവണ 100 രൂപയിലേക്ക് വരികയും 80ലേക്ക് തിരിച്ചു പോവുകയും വീണ്ടും 100 രൂപയിലേക്ക് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള ചാഞ്ചാട്ടങ്ങളെ, അതായത് പ്രൈസ് ബിഹേവിയറിനെ അനലൈസ് ചെയ്യുന്ന രീതിയാണ് ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസിൽ എത്രമാത്രം ആളുകൾ ഓഹരികളിൽ ഇടപെടുന്നുവെന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനവുമുണ്ട്. വോളിയം എന്നാണ് ഇതിനെ പറയുന്നത്. ഇങ്ങനെ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇക്വിറ്റി അനാലിസിസ് ഉപയോഗിച്ചാൽ മാത്രമേ ഓഹരികളിൽ ലാഭം നേടുവാനായി സാധിക്കുകയുള്ളൂ. പക്ഷേ പല ആളുകളും ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ സ്റ്റോക്ക് എഡ്യൂക്കേഷൻ ഇല്ലാതെയാണ് ഓഹരി വിപണിയെ സമീപിക്കുന്നത്. കൂടുതൽ ആളുകൾക്കും ഇവിടെ നഷ്ടത്തിൻ്റെ കണക്കുകൾ പറയാൻ സാധിക്കുന്നതും ഈ ഒരു ഘടകമില്ലാത്തതുകൊണ്ടാണ്. നമുക്കറിയാം, ഡോക്ടർമാർ MBBS-ഉം MD-യും കഴിഞ്ഞിട്ടാണ് ഫിസിഷ്യനായി പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ രാജ്യത്തെ പല പ്രമുഖ കമ്പനികളുടെയും എഞ്ചിനീയർമാർ പ്രവർത്തിക്കുന്നത്.
എന്നാൽ ഒരു ഓഹരി നിക്ഷേപകൻ എന്ത് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്കും അതിൻ്റേതായ ഒരു വിദ്യാഭ്യാസമുണ്ടെന്നും അത് നമുക്ക് ആവശ്യമാണെന്നും നാം തിരിച്ചറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. രാജ്യത്തെ പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മ്യൂച്വൽ ഫണ്ടുകളാണ്. ഓഹരി വിപണിയിൽ ഏറ്റവും അധികം ആക്റ്റീവായിട്ട് ഇടപെടുന്നത് മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇന്ന് ഇന്ത്യയിൽ 36-ലധികം മ്യൂച്വൽ ഫണ്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ടുകളുടെയൊക്കെ ഫണ്ട് മാനേജർമാർ വെൽ ക്വാളിഫൈഡ് ആണ്. അവരിൽ പലരും ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റുകളോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരോ ഒക്കെയാണ്. അങ്ങനെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് ഫണ്ട് മാനേജ്മെൻറ്റ് രംഗം കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ സ്വന്തമായി ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ നിക്ഷേപിക്കുന്ന ഒരു നിക്ഷേപകൻ ഇതുപോലെയുള്ള ഒരാളുടെ സഹായമില്ലാതെ സ്വയമേ ഈ കാര്യങ്ങൾ ചെയ്യാനായി ശ്രമിക്കുകയാണ്. ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നാം പണം നിക്ഷേപിക്കുമ്പോൾ നമുക്ക് യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഓഹരികൾ അങ്ങനെയല്ല. ഓഹരികളിൽ ലാഭമുണ്ടാക്കണമെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും കൂടിയ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ കൂടിയ വിലയ്ക്കാണ് നമ്മൾ വാങ്ങിയതെങ്കിൽ അതിനേക്കാൾ കൂടിയ വിലയ്ക്ക് വിൽക്കുവാനായി നമുക്ക് സാധിക്കണം. ബൈ അറ്റ് ലോ പ്രൈസ്, സെൽ അറ്റ് ഹൈ പ്രൈസ്. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലാഭം നേടാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ടെക്നിക്ക്. അല്ലെങ്കിൽ ഗുജറാത്തികളൊക്കെ പറയുന്നത് പോലെ ബൈ അറ്റ് ഹൈ പ്രൈസ് ബട്ട് യു ഷുഡ് സെൽ അറ്റ് ഹയർ പ്രൈസ്. നിങ്ങൾ ഉയർന്ന വിലയ്ക്ക് വാങ്ങിച്ചാൽ പോലും അതിനേക്കാൾ ഉയർന്ന വിലയ്ക്ക് വിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഈ 2 കാര്യങ്ങൾ മുൻകൂർ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇക്വിറ്റി അനാലിസിസ് പൂർണ്ണമാകും. അങ്ങനെ ഇക്വിറ്റി അനാലിസിസ് വഴി മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ലാഭമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ ഓഹരി വിപണിയിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ കോൺട്രിബ്യൂഷനിൽ ഏറ്റവും പ്രധാനം നിരവധി മ്യൂച്വൽ ഫണ്ടുകൾ ഇത്രയും കാലത്തിനിടയ്ക്ക് വലിയൊരു വെൽത്ത് ക്രിയേഷൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകളുടെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ ആദ്യം രംഗത്ത് വരുന്നത് UTI ആണ്. UTIയുടെ മാസ്റ്റർ ഷെയർ എന്ന സ്കീം ഏറ്റവും അധികം വെൽത്ത് ക്രിയേഷൻ നൽകിയിട്ടുള്ള സ്കീമുകളിലൊന്നാണ്. ഏകദേശം 60 മടങ്ങോളമാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കൊണ്ട് ആ ഒരു സ്കീമിൽ ഉണ്ടായിരിക്കുന്ന വെൽത്ത് ക്രിയേഷൻ. അതുപോലെ തന്നെ ബിർളയുടെ ബാലൻസ്ഡ് ഫണ്ട്, റിലയൻസ് ഗ്രോത്ത് ഫണ്ട് ഇവയൊക്കെ സമാനമായിട്ടുള്ള പ്രൈസ് അപ്രീസിയേഷൻ നൽകിയിട്ടുള്ള സ്കീമുകളാണ്. നമുക്ക് ബാങ്ക് നിക്ഷേപത്തിൽ കിട്ടുന്നതിനേക്കാൾ വളരെ വലിയൊരു ആദായം. ഇപ്പോൾ ബാങ്കിലുള്ള പലിശ നിരക്ക് 7% മാത്രമാണ്. അതിനേക്കാൾ വളരെ വലിയൊരു ലാഭനിരക്കാണ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷത്തെ മ്യൂച്വൽ ഫണ്ടുകളുടെ ലാഭക്കണക്കുകൾ നോക്കിയാൽ തന്നെ 20%-വും അതിലധികവും കൊടുത്തിട്ടുള്ള ഇക്വിറ്റി ഫണ്ടുകൾ 20-ലധികമുണ്ട്. അതുപോലെ തന്നെ 15%-ത്തിൽ കൂടുതൽ വാർഷിക ശരാശരി ലാഭം കൊടുത്തിട്ടുള്ള ഫണ്ടുകൾ 50-ലധികമുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനോ അതനുസരിച്ച് അവ ഉപയോഗിക്കുവാനോ പല ആളുകൾക്കും കഴിഞ്ഞിട്ടില്ല. ഓഹരി നിക്ഷേപം നടത്തുന്ന ഒരാൾക്ക് 2 അവസരങ്ങളുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ വഴി നിക്ഷേപിക്കാം. മ്യൂച്വൽ ഫണ്ടുകളുടെ യൂണിറ്റുകൾ വാങ്ങിക്കൊണ്ടാണ് നാം അത് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട് എന്നത് ഒരു ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റ് നടത്തുന്ന സ്കീമിൻ്റെ യൂണിറ്റുകൾ വാങ്ങുകയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകൻ ചെയ്യുന്നത്. അതായത് 5000 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റിന് 10 രൂപ വിലയാണെങ്കിൽ അവർക്ക് കിട്ടുന്നത് 500 യൂണിറ്റാണ്. തുടർന്ന് ഇത് 20 രൂപയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ഇരട്ടിയായിട്ട് മാറുന്നു. അങ്ങനെ കഴിഞ്ഞ 5 വർഷത്തിൽ ഇരട്ടിയിലധികം ലാഭം നൽകിയിട്ടുള്ള നിരവധി മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കുകയും മറ്റ് നിക്ഷേപങ്ങളിലേക്ക് പങ്കുവെക്കുകയും ചെയ്യണം. കഴിഞ്ഞ 15 വർഷത്തെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ ലാഭം നോക്കുകയാണെങ്കിൽ
വളരെ വലിയ ലാഭം 10 മടങ്ങും 20 മടങ്ങും അതിലേറെയുമൊക്കെ ലാഭം നൽകിയിട്ടുള്ള ഒത്തിരി സ്കീമുകളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ICICI Prudential മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂ ഡിസ്കവറി ഫണ്ട് വെറും 10 രൂപ യൂണിറ്റ് വാല്യൂ 11 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആ സ്കീം ഇന്ന് 120 രൂപ യൂണിറ്റ് വാല്യൂ ആണ്. അതായത് 1 ലക്ഷം രൂപ നിക്ഷേപിച്ച ഒരാൾക്ക് ഇന്ന് 12 ലക്ഷം രൂപയായി മാറിയിരിക്കുന്നു 11 വർഷം കൊണ്ട്. അതേപോലെ തന്നെ ആക്സിസ് ലോങ് ടേം ഇക്വിറ്റി എന്ന സ്കീമിൽ, ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്കീമിൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് 1 ലക്ഷം രൂപ നിക്ഷേപിച്ച ആൾക്ക് ഇപ്പോഴുള്ള വാല്യൂ 3.25 ലക്ഷം രൂപയിലധികമാണ്. 5 വർഷം കൊണ്ട് തന്നെ 3 മടങ്ങിൽ കൂടുതൽ ലാഭം നേടുവാനായി ആ സ്കീമിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒറ്റത്തവണയായിട്ട് നിക്ഷേപിക്കാൻ സാധിക്കാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. മാസശമ്പളക്കാരായിട്ടുള്ള ആളുകൾ, ചെറിയ വരുമാനത്തിൽ പോകുന്ന ആളുകൾ, ഇവർക്കൊക്കെ ഏറ്റവും അനുകൂലമായ സാധ്യത എല്ലാ മാസവും ഒരു പ്രതിമാസ നിക്ഷേപം നടത്തുക എന്നുള്ളതാണ്. ഇതിനെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നാണ് പറയുന്നത്. ഓരോ മാസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്കീമുകളാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ. എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളുടെ ലാഭത്തിൻ്റെ കണക്ക് നോക്കിയാൽ കഴിഞ്ഞ 15 വർഷത്തിൽ 10,000 രൂപ വെച്ച് നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ മാസവും 10,000 രൂപ വെച്ച് കഴിഞ്ഞ 15 വർഷം തുടർച്ചയായി നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ അടച്ചിരിക്കുന്നത് ഏകദേശം 18 ലക്ഷം രൂപയാണ്. ഈ 18 ലക്ഷം രൂപ ഇന്ന് ഒരു ശരാശരി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ 60 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ആയിട്ടുണ്ട്. അതായത് 3 മടങ്ങിൽ കൂടുതൽ നേട്ടം പലതവണയായിട്ട് അടയ്ക്കപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ നിക്ഷേപത്തിന് നൽകുവാൻ രാജ്യത്തെ നിരവധി സ്കീമുകൾക്ക്, ഏകദേശം 20-ലധികം സ്കീമുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ 1 കോടിയും അതിൽ കൂടുതലുമായിട്ട് വെൽത്ത് ക്രിയേഷൻ സംഭവിച്ചിട്ടുള്ള ഏകദേശം 10 സ്കീമുകളും ഉണ്ട്. 1.25 കോടിയിൽ കൂടുതൽ വെൽത്ത് ക്രിയേഷൻ, അതായത് നിങ്ങളുടെ 18 ലക്ഷം രൂപ പലതവണയായിട്ട് അടയ്ക്കപ്പെട്ടിട്ടുള്ള 18 ലക്ഷം രൂപ 1.25 കോടിയിലധികമായി ഉയരുവാൻ സഹായിച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും ഇന്ത്യയിലുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് വരുംകാല ഭാവിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഓഹരി നിക്ഷേപം മ്യൂച്വൽ ഫണ്ടുകളിലൂടെ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഒരു ഫണ്ട് മാനേജറുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് നേരിട്ട് ഓഹരികൾ വാങ്ങുവാനും സാധിക്കും. പക്ഷേ ഒരു ഫണ്ട് മാനേജറുടെ എക്സ്പെർട്ടൈസ് വഴി കിട്ടുന്ന നേട്ടം ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും, അതായത് ഫണ്ട് മാനേജർക്ക് എന്ത് സ്കില്ലുണ്ടോ ആ സ്കില്ലുകൾ നിങ്ങൾക്കും ഉണ്ടാകണം. ഒരുപക്ഷെ ആ അളവിൽ അല്ലെങ്കിൽ പോലും ഏകദേശം 5,000 കോടിയും 10,000 കോടിയും ഒക്കെയാണ് ഒരു സ്കീമിൻ്റെ ഫണ്ടുകളുടെ മൂല്യം വരുന്നത്. അത് മാനേജ് ചെയ്യുന്ന ആളുകൾ CFAക്കാരും CAക്കാരും അല്ലെങ്കിൽ നിരവധി വർഷത്തെ ദശകങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഫിനാൻഷ്യൽ എക്സ്പേർട്സുകളും ഒക്കെയാണ്. അത്രയും അറിവ് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ഒരു കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി, ഫിനാൻഷ്യൽ പെർഫോമൻസ് അനലൈസ് ചെയ്യാനും ഓഹരികളുടെ വില നിലവാരം, ടെക്നിക്കൽ അനാലിസിസ് വിശകലനം ചെയ്യാനും നാം പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് മുമ്പിലുള്ളത് 2 അവസരങ്ങളാണ്. ഒന്ന്, ഒരു പാസീവ് ഇൻവെസ്റ്റർ ആകുക മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലൂടെ. മറ്റൊന്ന്, ഒരു ആക്റ്റീവ് ഇൻവെസ്റ്റർ ആകുക ഡയറക്റ്റ് ഇക്വിറ്റിയിലൂടെ. ഇതിൽ ഏത് തിരഞ്ഞെടുത്താലും അത് ശരിയായ രീതിയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടാകണം. അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, നിങ്ങളുടെ നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം മ്യൂച്വൽ ഫണ്ടുകളിലേക്കും മറ്റൊരു ശതമാനം ഡയറക്റ്റ് ഇക്വിറ്റിയിലേക്കും ചെയ്യാനായി സാധിക്കും. അതായത് 10,000 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ 5,000 രൂപ മ്യൂച്വൽ ഫണ്ടുകളിലേക്കും 5,000 രൂപ ഡയറക്റ്റ് ഇക്വിറ്റിയിലേക്കും ചെയ്യാനായി സാധിക്കും. ഇങ്ങനെ ശരിയായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്ങിൽ കൂടി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നതിനും
സ്റ്റോക്ക് മാർക്കറ്റിലെ അവസരങ്ങൾ ഉപയോഗിക്കുന്നതിനും നമുക്ക് സാധിക്കണം. ഇക്വിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ് ഡയറക്റ്റ് ഷെയർസ് കൊടുത്തിരിക്കുന്ന നേട്ടം? ഡയറക്റ്റ് ഷെയർസിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഓഹരിയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഓഹരിയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, ഏകദേശം ഒരു 3 ദശകങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ തുക ഇപ്പോൾ എത്ര മടങ്ങ് ഉണ്ടായിട്ടുണ്ട്? ഒരു 10,000 രൂപ നിക്ഷേപിച്ചു എന്ന് കരുതുക. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള തുക ചിലപ്പോൾ ഒരു 50,000 രൂപയോ അല്ലെങ്കിൽ ഒരു 1,00,000 രൂപയോ ഒക്കെ ആയിരിക്കും. എന്നാൽ ഈ 10,000 രൂപ എന്നുള്ളത് 1 കോടിയല്ല, 10 കോടിയല്ല, 100 കോടിയല്ല, 200 കോടിയല്ല, 300 കോടിയല്ല, 400 കോടിക്ക് മുകളിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വില നിലവാരം ഉയർന്ന ഓഹരിയാണ് നമുക്കൊക്കെ അറിയാവുന്ന അസീം പ്രേംജിയുടെ വിപ്രോ. വിപ്രോയിൽ ഉണ്ടായിരിക്കുന്ന വെൽത്ത് ക്രിയേഷനാണ് ഇന്ത്യയിൽ നടന്നിരിക്കുന്ന ഏറ്റവും വലിയ വെൽത്ത് ക്രിയേഷൻ. ഇത് ഉണ്ടായിരിക്കുന്നത് കേവലം ഓഹരി വിലകളുടെ വിലയിൽ ഉണ്ടായിരിക്കുന്ന അപ്രീസിയേഷൻ കൊണ്ട് മാത്രമല്ല. അതിൽ ഡിവിഡൻറ്റുകളുണ്ട്, ബോണസുകളുണ്ട്, അതുപോലെ ക്യാപിറ്റൽ അപ്രീസിയേഷനുമുണ്ട്. 1 വർഷത്തിന് മുകളിൽ നമ്മളുടെ ഇക്വിറ്റി നിക്ഷേപം പൂർണ്ണമായി കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ടാക്സ് ഫ്രീ ആയിട്ട് മാറും. അങ്ങനെ ടാക്സ് ഫ്രീ ആയിട്ട് മാറുന്ന വേറൊരു നിക്ഷേപം ഇന്ത്യയിലില്ല. അതായത് നല്ലൊരു ഓഹരി തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം, ആ ഓഹരിയിൽ വില കൂടും, ആ ഓഹരിയിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ടാക്സ് ഫ്രീ ആയിട്ട് ലഭിക്കും, അതോടൊപ്പം തന്നെ അതിൻ്റെ ഡിവിഡൻഡ് ടാക്സ് ഫ്രീ ആയിട്ട് കിട്ടും. ബാങ്കിൽ ഇൻട്രസ്റ്റ് അതിന് ടാക്സ് കൊടുക്കണം എന്നെല്ലാവർക്കും അറിയാം. നമ്മുടെ ടാക്സ് സ്ലാബ് അനുസരിച്ച് നാം ടാക്സ് കൊടുക്കണം. എന്നാൽ ഇക്വിറ്റിയിലോ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലോ നമ്മുടെ നിക്ഷേപത്തിന് കിട്ടുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷനോ ഡിവിഡൻറ്റിനോ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഡിവിഡൻറ്റ് നിക്ഷേപിച്ച നാൾ മുതൽ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ക്യാപിറ്റൽ അപ്രീസിയേഷന് 1 വർഷം കഴിഞ്ഞ് കിട്ടുന്നതിന് ശേഷമുള്ള ഒന്നിനും ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. 1 വർഷത്തിന് മുകളിലാണെങ്കിൽ 15% ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ടാക്സ് എഫിഷ്യൻ്റായിട്ടുള്ള ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റും സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയാണ്. ഇങ്ങനെയുള്ള ഘടകങ്ങൾ ഒക്കെ പരിശോധിക്കുമ്പോൾ മറ്റ് പല ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിനേക്കാളും മെച്ചപ്പെട്ട ഒരു മേഖലയായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് പരിണമിക്കുന്നു. ഓഹരി വിപണിയിൽ വളരെ വലിയ ലാഭം നൽകിയ ഓഹരികളുടെ കണക്കിൽ നിരവധി ഓഹരികളുണ്ട്. നാം പറഞ്ഞ വിപ്രോ പോലെ തന്നെ IT കമ്പനികളായിട്ടുള്ള ഇൻഫോസിസ്, HCL ടെക്നോളജീസ്, അതേപോലെ തന്നെ പെയിൻറ്റിംഗ് മേഖലയിലുള്ള ഏഷ്യൻ പെയിൻറ്റ്സ്, ബർജർ പെയിൻറ്റ്സ്, ഹൗസിംഗ് ഫിനാൻസ് മേഖലയിലുള്ള HDFC, LIC ഹൗസിംഗ് ഫിനാൻസ്, കാൻഫിൻ ഹോംസ്, ബാങ്കിങ് മേഖലയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇവയൊക്കെ പല മടങ്ങ് അപ്രീസിയേഷൻ കൊടുത്തിട്ടുള്ള ഓഹരികളാണ്. കഴിഞ്ഞ 5 വർഷത്തിൽ തന്നെ 5 മടങ്ങും 10 മടങ്ങും ഒക്കെ ലാഭം കൊടുത്തിട്ടുള്ള നിരവധി ഓഹരികളുണ്ട്. കേരളത്തിലെ കാര്യം പരിശോധിച്ചാൽ തന്നെ വി-ഗാർഡ് എന്ന് പറയുന്ന ഓഹരി, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കൊച്ചൗസറ്റ് ചിറ്റിലപ്പള്ളിയുടെ കമ്പനിയുടെ ഓഹരി ലിസ്റ്റ് ചെയ്തത് ഏകദേശം ഒരു 9 വർഷം മുമ്പ്. അത് ലിസ്റ്റ് ചെയ്തത് 65 രൂപ നിരക്കിലാണ്. ഇന്ന് അതിൻ്റെ വില എത്ര മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു? അന്നത്തെ വിലയുടെ ഏകദേശം 20 മടങ്ങിൽ അധികം വർധനവാണ് ആ ഓഹരിയിൽ ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം സ്പ്ലിറ്റിന് ശേഷം പോലും ആ ഓഹരി ഇഷ്യൂ ചെയ്ത പ്രൈസിനേക്കാൾ മുകളിലായിട്ട് ട്രേഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു.
ഇങ്ങനെ 20 മടങ്ങ് അല്ലെങ്കിൽ 25 മടങ്ങ് ഒക്കെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടായിട്ടുള്ള നിരവധി ഓഹരികളുണ്ട്. വരുംകാല ഭാവിയിലേക്ക് ഇത്തരം ഓഹരികൾ കണ്ടെത്തുവാൻ ഒരു ആക്റ്റീവ് ഇൻവെസ്റ്റർക്ക് കഴിയണം. അല്ലെങ്കിൽ നല്ല മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ തിരഞ്ഞെടുക്കാൻ ഒരു പാസീവ് ഇൻവെസ്റ്റർക്ക് കഴിയണം. അതിന് കഴിയാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായിട്ടും വ്യക്തമായിട്ടുള്ള അനാലിസിസും പഠനവും ഹോംവർക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു നിക്ഷേപകനാകുവാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കും. എല്ലാവർക്കും നല്ല ഒരു ഭാവിയുടെ നിക്ഷേപം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.